ബ്രസീലിൽ നിന്നുള്ള ഒരു മനോഹരമായ അലങ്കാര ചെടിയായ സ്യൂഡോറിപ്സാലിസ് റമുലോസ എന്ന ചെടിയെക്കുറിച്ചാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഈ ചെടി റെഡ് റിപ്സാലിസ് എന്നും അറിയപ്പെടുന്നു. ആദ്യമായി ഈ ചെടിയുടെ പൊതുവിവരങ്ങൾ വിവരിച്ചുകൊണ്ട് പ്രധാനപ്പെട്ട 10 ടിപ്സുകളിലേക്ക് നമുക്ക് പോകാം. ചുവപ്പ് നിറത്തിലുള്ള തൂങ്ങിയ ഇലകളാണ് ഈ ചെടിയുടെ ഏറ്റവും വലിയ ആകർഷണീയത. ചെറുതും വെളുത്തതോ അല്ലെങ്കിൽ മഞ്ഞയോ ആയ പുഷ്പങ്ങൾ ഇലകളുടെ അറ്റങ്ങളിൽ കാണപ്പെടുന്നു. പ്രകാശം ആവശ്യമുള്ള ചെടിയാണിത്. പ്രകാശം ഏൽക്കുമ്പോഴാണ് ഈ ചെടിയുടെ ഇലകൾ റെഡും പിങ്കും ചേർന്ന കളറിലേക്ക് മാറുന്നത്. വെളിച്ചം കുറവാണെങ്കിൽ ഇതിൻ്റെ ഇലകൾ പച്ച നിറത്തിലായിരിക്കും ഉണ്ടാവുക. മിതമായ വെള്ളം ആവശ്യമുള്ള ചെടിയാണിത്. മണ്ണ് പൂർണ്ണമായും ഉണങ്ങുന്നതിന് മുമ്പ് വെള്ളം നൽകാതിരിക്കുക. ജൈവ പദാർത്ഥങ്ങൾ ചേർന്ന മണ്ണ് ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്. ചൂടുള്ള കാലാവസ്ഥയിൽ മികച്ച വളർച്ച കാണിക്കുന്ന ഒരു ചെടിയാണിത്. സ്യൂഡോറിപ്സാലിസ് റമുലോസ. ഈ ചെടിയുടെ പരിപാലനത്തിൽ ശ്രദ്ധിക്കേണ്ട 10 ടിപ്സുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി ശരിയായ വെളിച്ചം നൽകുക എന്നുള്ളതാണ്. ഈ ചെടി പരോക്ഷമായ പ്രകാശത്തിൽ വളരാൻ വളരെ അനുയോജ്യമായ ഒരു ചെടി തന്നെയാണ്. വെള്ളം കുറവാണെങ്കിൽ നേരിട്ട് കാഠിന്യമുള്ള സൂര്യപ്രകാശം ലഭിച്ചാൽ ഇലകൾ വരണ്ടു പോകാൻ സാധ്യതയുണ്ട്. രണ്ടാമതായി ശ്രദ്ധിക്കേണ്ടത് മിതമായ ജലസേചനമാണ്. ഒരു കാക്ടസ് ചെടിയോട് സാമ്യമുള്ള ചെടിയായതിനാൽ വെള്ളം വളരെ കുറച്ച് മതിയാവും. മണ്ണ് മേൽഭാഗം ഉണങ്ങിയതിനു ശേഷം മാത്രം വെള്ളം ഒഴിക്കുക. അധിക ജലസേചനം ഈ ചെടിയുടെ അടിഭാഗം കേടുവന്ന് ചെടി നശിക്കാൻ സാധ്യതയുണ്ട്. മൂന്നാമതായി ശ്രദ്ധിക്കേണ്ടത് മണ്ണുമായി ബന്ധപ്പെട്ടതാണ്. ഈ ചെടി നടുന്നതിന് നല്ല ഡ്രെയിനേജ് ഉള്ള മണ്ണ് ഉപയോഗിക്കേണ്ടതാണ്. കാക്ടസ് ചെടിക്കുള്ളതോ അതുമല്ലെങ്കിൽ സക്കുലന്റിനായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള മണ്ണോ ഇതിന് ഉപയോഗിക്കുന്നതിന് പ്രശ്നമില്ല. മണ്ണ് തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും നല്ലത് 50% പൊടിക്കല്ല്, 50% കാക്ടസ് മിക്സ് ചെയ്ത് ചേർക്കുന്നതും നല്ലതാണ്. നാലാമതായി വരൾച്ചയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതായത് ഈ ചെടി വറ്റൽ പ്രദേശങ്ങളിൽ സ്വാഭാവികമായി വളരുന്ന ഒന്നായതിനാൽ ചില സമയത്തേക്ക് വെള്ളം നൽകാതെ വെക്കുന്നതും നല്ലതാണ്. മിതമായിട്ടുള്ള വരൾച്ച ചെടിയുടെ ചുവപ്പ് നിറം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നതാണ്. അഞ്ചാമതായി ചെടിയുടെ താപനിലയെക്കുറിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 18 ഡിഗ്രി സെൽഷ്യസ് മുതൽ 27 ഡിഗ്രി സെൽഷ്യസ് വരെ യിലുള്ള താപനില വളരെ അനുയോജ്യമായ ഒരു ചെടിയാണിത്. 10 ഡിഗ്രി സെൽഷ്യസിന് താഴോട്ട് ചൂട് കുറഞ്ഞാൽ വളർച്ച വളരെ മന്ദഗതിയിലായിരിക്കും. തണുപ്പുകാലത്ത് ചൂടുള്ള സ്ഥലത്തേക്ക് ഈ ചെടി മാറ്റിവെക്കുന്നത് നല്ലതാണ്. ആറാമതായിട്ടുള്ള ടിപ്സ് ഇതിൻ്റെ പ്രൂണിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. നീണ്ടു വളർന്ന ഇലകൾ കട്ട് ചെയ്താൽ ഈ ചെടിക്ക് കൂടുതൽ ഗണ്യമായ രീതിയിൽ തന്നെ വളർച്ച ഉണ്ടാകുന്നതാണ്. ഈ ചെടി കട്ട് ചെയ്യുന്നത് ഇതിൻ്റെ പുതിയ തളിരുകൾ വരാൻ വളരെ സഹായിക്കുന്നതാണ്. അതുകൂടാതെ കട്ട് ചെയ്ത തണ്ടുകൾ പുതിയ തൈകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കാവുന്നതാണ്. ഏഴാമതായി വളം ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ചെടിക്ക് വളം അധികം നൽകേണ്ട ആവശ്യമില്ല. എന്നാൽ സക്കുലൻ്റ് അല്ലെങ്കിൽ കാക്ടസിനുള്ള ദ്രാവക വളങ്ങൾ നൽകുന്നത് നന്നായിരിക്കും. മാസത്തിൽ ഒരിക്കൽ മാത്രം നൽകുന്നതാണ് ഏറ്റവും ഉത്തമം. ഈ നൽകുന്ന ദ്രാവക വളങ്ങളിൽ നൈട്രജൻ്റെ അളവ് കുറവുള്ളതാവുന്നതാണ് ഏറ്റവും നല്ലത്. എട്ടാമതായി റമുലോസ ചെടിയുടെ പ്രൊപ്പഗേഷൻ എളുപ്പത്തിൽ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി കട്ട് ചെയ്ത ഇലകൾ മുറിച്ച് 2 ദിവസം ഉണങ്ങാൻ വെക്കുക. ഉണങ്ങിയതിനു ശേഷം കാക്ടസ് മണ്ണിൽ നടുക. അതിനുശേഷം കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇതിൻ്റെ വേരുകൾ വരുന്നത് കാണാം. ഒമ്പതാമതായി കീടങ്ങളുടെ ആക്രമണത്തിൽ നിന്നും എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. മീലി ബഗ്സ്, അഫൈഡ്സ് ഇതിനെതിരെ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നാണ് ആദ്യം നോക്കുന്നത്. ഈ കീടങ്ങളെ നശിപ്പിക്കുന്നതിന് വേണ്ടി നീം ഓയിൽ സ്പ്രേ ചെയ്ത് നൽകുന്നത് നല്ലതാണ്. അതുകൂടാതെ കീടബാധയുള്ള ഇലകൾ കട്ട് ചെയ്ത് നൽകുന്നതും നല്ലതാണ്. പത്താമതായി റിപ്സാലിസ് റമുലോസ എന്ന ഈ ചെടി ഇൻഡോർ പ്ലാന്റായി എങ്ങനെ ഉപയോഗിക്കാമെന്നാണ് നോക്കുന്നത്. മനോഹരമായ ഇൻഡോർ പ്ലാന്റായി ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു ചെടിയാണിത്. അകത്തളങ്ങളിൽ നല്ല രീതിയിൽ
പ്രകാശം ലഭിക്കുന്ന സ്ഥലങ്ങളിൽ വേണം ചെടി സ്ഥാപിക്കേണ്ടത്. ഹാങ്ങിങ് ബാസ്ക്കറ്റിലോ അതുമല്ലെങ്കിൽ മേശപ്പുറത്തോ വെക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പ്രകാശം ലഭിക്കുന്ന സ്ഥലത്തേക്ക് തിരിച്ചു വെക്കുന്നത് ഏറ്റവും നന്നായിരിക്കും. സ്യൂഡോറിപ്സാലിസ് രമലോസ എന്ന ഈ ചെടിയെക്കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ പറഞ്ഞ 10 കാര്യങ്ങൾ നിങ്ങളുടെ ചെടിയിൽ പരീക്ഷിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.